PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുൻപ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതെ വന്നാൽ, നോൺ പെർഫെക്റ്റ് സ്ക്വയർ വന്നാൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ അതാണ്, നോൺ പെർഫെക്റ്റ് സ്ക്വയർ വന്നാൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനുള്ള ട്രിക്കാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, റൂട്ട് 12ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 2ന്റെ സ്ക്വയർ 4ആണ്, 3ന്റെ സ്ക്വയർ 9ആണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7ആണ്, റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8ആണ്, റൂട്ട് 81 എന്ന് പറഞ്ഞാൽ 9ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അല്ലേ. റൂട്ട് 12 എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയോ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, എളുപ്പ വഴി. 12 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ 12നോട് അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നുള്ളത് നോക്കാം. 12നോട് അടുത്ത് കിടക്കുന്നത് ഏതാണ്? ഇവിടെ 9 ഉണ്ട്, 16 ഉണ്ട് അല്ലേ. 9 ഉണ്ട്, 16 ഉണ്ട് 12നോട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ചെയ്താൽ മതി. രണ്ടും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 9ഉം 16ഉം ആണ് 12നോട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ 12നെ നമ്മൾ ആ സംഖ്യകളുടെ ടേംസിലോട്ട് മാറ്റാം. അപ്പോൾ 9 ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതെങ്കിൽ 9 പ്ലസ് എന്താണ് 3 ആണ് 12 അല്ലേ. റൂട്ട് 12നെ റൂട്ട് 9 പ്ലസ് 3 എന്ന് എഴുതിയ തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ റൂട്ട് 12 എന്നുള്ളതിന് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ റൂട്ട് 9 12നോട് അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എടുത്തു. റൂട്ട് 9 പ്ലസ് 3 എന്ന് എഴുതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് റൂട്ട് 9 നമുക്കറിയാം. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ റൂട്ട് 9 എന്ന് പറയുന്നത് എന്താ? 3 ആണ് അല്ലേ. അപ്പോൾ 3 അത് എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ബാക്കി എന്താണ് ഇവിടെ ഉള്ളത്? റൂട്ട് 9 3 ആണെന്ന് എഴുതി, ബാക്കി ഇവിടെ പ്ലസ് 3 ഉണ്ട്. ആ പ്ലസ് 3 എഴുതുക, ഡിവൈഡഡ് ബൈ എന്താണ് താഴെ എഴുതേണ്ടതെന്നറിയോ? ഈ 3 ഇല്ലേ, നമ്മളിപ്പോൾ ഇവിടെ റൂട്ട് 9 കണ്ടുപിടിച്ചില്ലേ, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അതായത് അതിൻ്റെ ഇരട്ടി എടുക്കുക. 3ന്റെ ഇരട്ടി, 3ന്റെ ഇൻറ്റു 2 എന്താണ്? 6 ആണ്. ആ 6 ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. 3 റൂട്ട് 9 എന്ന് പറഞ്ഞത് 3 പ്ലസ് ഇവിടെ 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഈ 3 ഇൻറ്റു 2 അതായത് 6 ചെയ്തു. ഓക്കെ ആണല്ലോ. 3 പ്ലസ് 3 ബൈ 6 എന്ന് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കാം. 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 3 പ്ലസ് 1 ബൈ 2 എന്ന് വെച്ചാൽ എന്താണ്? 3.5, അതായത് 3.5 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. നമുക്ക് ഈ കിട്ടുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. ഏകദേശം അതിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് കിട്ടുക. പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ ചില സമയത്തൊക്കെ ഒരു പോയിന്റിൻ്റെ വ്യത്യാസമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ. ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസമൊക്കെ ചില കേസിൽ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റൂട്ട് 12 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 12നെ നമുക്ക് അതിനോട് അടുത്ത് കിടക്കുന്ന സ്ക്വയർ റൂട്ട് 9ഉം 16ഉം ആണ്. അപ്പോൾ 9ന്റെ ടേംസിൽ നമ്മൾ എഴുതുമ്പോൾ 9 പ്ലസ് 3 എന്ന് എഴുതി. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് ബാക്കി ഇവിടെ 3 ഉണ്ട്, ആ 3 എഴുതി, ഡിവൈഡഡ് ബൈ ഈ 3നെ ഇൻറ്റു 2 ചെയ്തിട്ട് 6 ഇവിടെ എഴുതി. ഓക്കെ, ക്യാൻസൽ ചെയ്തു. നമ്മുടെ ആൻസർ എത്ര കിട്ടി? 3.5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് വേണമെങ്കിൽ 16 എന്താണ് 12നോട് അടുത്ത് കിടക്കുന്നതാണ്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് റൂട്ട് 16 ആക്കിയിട്ട് എഴുതാം. അതായത് 12നെ എങ്ങനെ എഴുതാം? റൂട്ട് 16. 16ന്റെ കൂടെ കൂട്ടണോ കുറയ്ക്കണോ? 12 ആവാൻ കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 4 കുറച്ചാൽ 12 ആയി അല്ലേ. 16ൽ നിന്നും 4 കുറച്ചാൽ എന്തായി? 12 ആയി. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യാം? റൂട്ട് 16 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്, മൈനസ് ഈ 4 അവിടെയുണ്ട്, ഡിവൈഡഡ് ബൈ ഈ 4നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. 8 നമ്മൾ ഇപ്പം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ 4ൽ 4 ഒരു പ്രാവശ്യം, 8ൽ 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം.
അപ്പം 4 മൈനസ് അര എന്ന് പറയുന്നത് എന്താണ്? 4-ൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എന്താണ്? 3.5 തന്നെയല്ലേ വരിക? 4-ൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എന്താ? 3.5. അപ്പോൾ 3.5, ഇവിടെയും 3.5. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ആകുമ്പോൾ 16 മൈനസ് 4 ചെയ്താൽ 12 ആവും. ഇവിടെ 9 എടുത്തപ്പോൾ 9 പ്ലസ് 3 ചെയ്താൽ എന്താവും? 12 ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യേനെ അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതുക. അതിനുശേഷം ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഒരെണ്ണം കൂടെ ചെയ്യാം. ഇവിടെ നോക്കുക, റൂട്ട് 28 അല്ലേ? റൂട്ട് 28 എന്ന് പറയുമ്പോൾ നോൺ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ 28 റൂട്ട് 28 എന്ന് പറയുമ്പോൾ ഈ 28നോട് അടുത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ്? 25ഉം 36ഉം അല്ലേ? അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 25 എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 28ന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 25 പ്ലസ് 25നോട് എത്ര കൂട്ടണം? 28 ആവണമെങ്കിൽ 3 കൂട്ടണം. അപ്പോൾ 25 പ്ലസ് 3 28 എന്ന് എഴുതിയല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? റൂട്ട് 25 നമുക്കറിയാം എത്രയാണ്? 5 ആണ് അല്ലേ? 5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ റൂട്ട് 25 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ റൂട്ട് 25 5 ആണ്. അതെഴുതി. പ്ലസ് ബാക്കി ഇവിടെ എന്താണുള്ളത്? 3 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഈ 5നെ ഇൻറ്റു 2 ചെയ്യുക. 5 ഇൻറ്റു 2 എത്രയാണ്? 10 എഴുതിയല്ലോ. ഇനി നമ്മുടെ ആൻസർ എന്താണ്? 5 പ്ലസ് 3/10, അതായത് 5.3/10 എന്ന് പറയുമ്പോൾ 0.3 അല്ലേ? അതിനാണ് ഞാനിവിടെ പോയിന്റ് ഇട്ടത്. 3/10 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അപ്പോൾ 3 കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് പോയിന്റ് ഇടാം. അപ്പോൾ 5 പ്ലസ് 0.3 എന്താണ്? 5.3. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 5.3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് 36 വെച്ചിട്ടും ചെയ്യാം. 36 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 36 മൈനസ് 8 വരും അല്ലേ? 36 8 പോകുമ്പോഴാണ് നമുക്ക് 28 കിട്ടുക. അപ്പോൾ അത് വെച്ച് ചെയ്താലും നമുക്ക് ഇതേപോലെ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 5.3 എന്ന് കിട്ടി. അപ്പോൾ 28 എന്ന് പറയുന്ന നമ്പർ നോക്കുക, അതിൽ പെർഫെക്റ്റ് സ്ക്വയർ എത്ര വരും? 25ഉം 36ആണ് അതിനോട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ 25 നമ്മൾ എടുത്തു. അപ്പോൾ റൂട്ട് 25 പ്ലസ് 3 എന്ന് എഴുതി. 28ന് 25 പ്ലസ് 3 എന്നാക്കി എഴുതി. റൂട്ട് 25 5 ആണ്. പ്ലസ് 3 ഇവിടെ തന്നെയുണ്ട്. ഡിവൈഡഡ് ബൈ 5ൻ്റെ ഇരട്ടി 10 എടുത്തു. നമ്മൾ ക്യാൻസൽ ചെയ്തു. ആൻസർ എത്ര കിട്ടി? 5.3 എന്ന് കിട്ടി. ഇവിടെ നോക്കുക, റൂട്ട് 32 നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ റൂട്ട് 32 എന്ന് പറയുമ്പോൾ നമുക്ക് 32നോട് അടുത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ് ഇവിടെ വരിക? നോക്കുക, 25ഉം 36ഉം തന്നെയാണ് അല്ലേ? 32നോട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 25ൻ്റെ ടേംസിൽ എഴുതാലോ. റൂട്ട് 25 പ്ലസ് 25നോട് എത്ര കൂട്ടിയാലാണ് 32 ആവുക? 7 കൂട്ടിയാൽ അല്ലേ? 25 7 ആണ് 32. അപ്പോൾ 25 പ്ലസ് 7 എന്ന് എഴുതി. ഇനി നമുക്ക് റൂട്ട് 25 നമുക്കറിയാം 5 ആണ്. പ്ലസ് ഇവിടെ 7 ഉണ്ട്. 7 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ ഈ 5നെ 2 കൊണ്ട് ഗുണിക്കുക, അതായത് 10. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 അതുപോലെ എഴുതി. 7/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.7 ആണ് അല്ലേ? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടും. അപ്പോൾ 0.7. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 5.7. ഓക്കെ ആണല്ലോ. ഇത്രയും ഈസിയാണ്. ഞാൻ പെട്ടെന്ന് ചെയ്ത് തരത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് സംഖ്യ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യുക? അതിനോട് അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ടേംസിൽ ഇതിനെ മാറ്റി എഴുതുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പാർട്ടിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുക. പ്ലസ് ബാക്കിയുള്ള ഭാഗം എഴുതുക. ഡിവൈഡഡ് ബൈ ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ള സ്ക്വയർ റൂട്ടിൻ്റെ ഇരട്ടി എഴുതുക. ഓക്കെ, ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 5.7 എന്ന് കിട്ടി. അടുത്തത് നോക്കുക, റൂട്ട് 963. 963ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെക്കുക. 1000നോട് അടുത്ത് കിടക്കുന്ന ലാസ്റ്റിലെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 31ൻ്റെ സ്ക്വയർ ആണ്. 31ൻ്റെ സ്ക്വയർ എത്രയാണ്? 961 ആണ്. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. 31ൻ്റെ സ്ക്വയർ 961. 1000നോട് അടുത്ത് കിടക്കുന്ന ലാസ്റ്റിലെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാമല്ലോ. ഓക്കെ, റൂട്ട് 963നെ എങ്ങനെ എഴുതാം? റൂട്ട് 961 പ്ലസ് 961നോടൊപ്പം 2 കൂട്ടിയാൽ 963 ആയി. ഓക്കെ, അപ്പോൾ 963 ഈ രീതിയിൽ എഴുതി. ഇനി നമ്മൾ പറഞ്ഞു റൂട്ട് 961 നമുക്കറിയാം 31ൻ്റെ സ്ക്വയർ ആണ് 961. അപ്പോൾ റൂട്ട് 961 എന്താ? 31 ആണ്. അപ്പോൾ ആ 31 ഇവിടെ എഴുതി. പ്ലസ് ഇവിടെ 2 ഉണ്ട്. 2 ഇവിടെ എഴുതി. ഡിവൈഡഡ് ബൈ താഴെ എന്താണ് എഴുതേണ്ടത്?
ഈ 31നെ ഇൻറ്റു 2 ചെയ്യാം. 31 ഇൻറ്റു 2 എത്രയാണ്? 62. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് വെട്ടിച്ചുരുക്കാം അല്ലേ? 2ൽ 2 ഒരു പ്രാവശ്യം. 62ൽ 2 എത്ര പ്രാവശ്യം പോകും? 31 പ്രാവശ്യം. അപ്പോൾ 31 എന്ന് നമ്മൾ എഴുതി. ഇപ്പോൾ എന്ത് കിട്ടി? 31 പ്ലസ് 1/31. അപ്പോൾ ഈ 1/31 നമുക്ക് ഇവിടെ നിന്ന് വെട്ടിച്ചുരുക്കാനായിട്ട് കുറച്ച് പാടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് ഹരിക്കാം. 1നെ 31 കൊണ്ട് ഹരിക്കണം. 1 ചെറിയ സംഖ്യയാണ്, 31ൽ പോവില്ല അല്ലേ? 31 1ൽ പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് താഴെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി? 1 പോയിട്ട് 10 ആയി. 10ൽ പോകുമോ 31? ഇല്ല. അപ്പോൾ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യണം? പോവില്ല എന്ന് കാണുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം, മുകളിൽ താഴെയും ഒരു 0 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എങ്ങനെയാണ് ഹരിക്കുന്നത്, ചെറിയ സംഖ്യ കൊണ്ട് വലിയ സംഖ്യ ഹരിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. ഹരണം എളുപ്പത്തിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് വലിയ സംഖ്യ ചെറിയ സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്ന വീഡിയോ, രണ്ടാമത്തേതിൽ ചെറിയ സംഖ്യ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഹരണം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. ഇനി എന്ത് ചെയ്യാം? 100ൽ 31 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3 31 എത്രയാണ്? 93 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യേണ്ട, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. കാരണം നമുക്ക് 2 സ്ഥാനം വരെ കിട്ടിയല്ലോ. 0.03 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ബാക്കി നോക്കുക. ഇവിടെ എന്താണുള്ളത്? 31 പ്ലസ് ഇവിടെ നമ്മൾ 1/31 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.03. 31 പ്ലസ് 0.03 എന്ന് പറഞ്ഞാൽ 31.03 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതിന് പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ വാല്യൂസ് അറിഞ്ഞാലാണ് നമുക്ക് അതിനോട് അടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.